അല്ല, അപ്പോൾ പാലായിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ പാലാ ബിഷപ്പ് മറ്റുള്ള സഭകളൊക്കെ ചേർന്ന് നമ്മുടെ പി സി ജോർജിനെ സഭയ്ക്ക് പുറത്താക്കുക? അല്ല, ഇതെൻ്റെ ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പി സി ജോർജിനെ എല്ലാവരും കൂടെ പുറത്താക്കാനുള്ള പരിപാടിയാണ്. പുള്ളി ഒരു ക്രിസ്ത്യാനിയാണല്ലോ. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ എന്തായാലും ബി ജെ പിയിൽ ചേർന്ന സ്ഥിതിക്ക് മാത്രമല്ല ഇപ്പോൾ സഭയ്ക്ക് പുള്ളി ഭീഷണിയുമാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് എല്ലാവരും കൂടെ കുഞ്ഞാടുകളും പറയുന്നത് പോലെ കുഞ്ഞാടുകൾ നയിക്കുന്ന ഇടയനും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ സഭയ്ക്ക് പുറത്താക്കുമോ എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ കുറച്ച് ദിവസമായി ഇങ്ങനെ സംശയമുനയിൽ നിൽക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പി സി ജോർജും സഭയുമായിട്ട് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജും സഭയുമായിട്ട് ഇപ്പോൾ നല്ല രസത്തിലല്ലെന്നും വാഗ്വാദങ്ങളും പിന്നെ ഭീഷണി വരെ എത്തിയെന്നുള്ളതാണ് ഇപ്പോൾ സത്യം. അപ്പോൾ ആ സ്ഥിതിക്ക് കുഞ്ഞാടുകളും വിശ്വാസികളും എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തെ സഭയ്ക്ക് പുറത്താക്കുമോ എന്നിവിടെ നിന്ന് അറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം ഇതിപ്പോൾ പി സി ജോർജ് ഇപ്പോൾ സഭയ്ക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, എനിക്ക് മനസ്സിലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ പി സി ജോർജ് എന്ന് പറയുന്ന ആൾ രാഷ്ട്രീയം പറയുന്നത് കൊണ്ടും രാഷ്ട്രീയത്തിൽ കയറി കളിക്കുന്നത് കൊണ്ടും അതിശയിക്കേണ്ട കാര്യമില്ല. കാരണം പുള്ളി രാഷ്ട്രീയ നേതാവാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ്. MLA ആയിട്ട് അദ്ദേഹം ഒരുപാട് തവണ ജയിച്ചു വന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാൻ പ്രവർത്തിക്കാം. കാരണം അത് അദ്ദേഹത്തിൻ്റെ വിഷയമാണ്. അത് കഴിഞ്ഞാൽ ഓരോ പൗരൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും വിഷയമാണ്. രാഷ്ട്രീയം സംസാരിക്കുക, രാഷ്ട്രീയത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ആർക്കും ഉപദ്രവമില്ലാതെ അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒരു പൗരനെന്ന നിലയിൽ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് ഈ പൂച്ചക്ക് എന്താണ് പൊന്നൊരുക്കുന്നിടത്ത് കാര്യമെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തതാണ്. കാരണം ഈ രാഷ്ട്രീയവും ഈ പൗരനും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഒരു പൗരൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഓരോ വ്യക്തിയും രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണ്. ആ വ്യക്തിയുടെ അവകാശങ്ങളിൽ ഒരു വ്യക്തിയുടെ അവകാശത്തിൽ പെടുന്നതാണ് ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളുടെയും ഈ പൗരൻ്റെയും നടുവിൽ ഈ സഭയ്ക്കെന്ത് കാര്യം, വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ കുഞ്ഞാടുകൾക്ക് എന്ത് കാര്യം? അവർക്ക് അവരുടെ കാര്യം നോക്കിയാൽ പോരെ? കൊച്ചിനെ കുളിപ്പിക്കാൻ വന്നവൻ കൊച്ചിനെ കുളിപ്പിക്കുക, കൊച്ചിൻ്റെ അമ്മയെ കുളിപ്പിക്കാൻ നോക്കണത് എന്തിനാണ്? വേദവാക്യം പറയാൻ വന്നവൻ വചനം പറയാന്നവൻ വചനം പറഞ്ഞിട്ട് പോവും. എന്തിനാണ് വചനം പറയാൻ വരുന്നവൻ ഈ പറയുന്ന പോലെ ആളുകളെ വിശ്വാസികളെ കയ്യിലെടുത്ത് അത് വോട്ടാക്കി മാറ്റുന്നത്? ഞാൻ ചോദിച്ചതിൽ തെറ്റുണ്ടോ? രാഷ്ട്രീയവും മതവും തമ്മിൽ കൂട്ടിക്കലർത്തേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? വിശ്വാസികളെ നിങ്ങൾ പള്ളിക്കകത്ത് വരുമ്പോൾ അവിടെ മതമില്ല. ഒരു ദേവാലയത്തിൽ വരുമ്പോൾ അവിടെ മതം ചോദിക്കാൻ പാടില്ല. ഒരു വൈദികൻ മതമല്ല, രാഷ്ട്രീയം ചോദിക്കാൻ പാടില്ല. ദേവാലയത്തിൽ വരുമ്പോൾ അവിടെ രാഷ്ട്രീയമില്ല, അല്ലേ? അവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. കാരണം ദൈവത്തിനെ എല്ലാ മക്കളും ഒന്നാണ് എന്നാണല്ലോ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിനെ സംബന്ധിച്ച് എല്ലാ മക്കളും ഒന്നാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറുമ്പോൾ അവിടെ പിന്നെ ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് അവിടെ തരംതിരിച്ച് കാണേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് വേണ്ടി പ്രത്യേക വോട്ടും ചോദിക്കേണ്ട കാര്യമില്ല, ഒരാളെയും തള്ളിപ്പറയേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കുളിപ്പിക്കാൻ വന്നവൻ കൊച്ചിനെ കുളിപ്പിക്കുക, തള്ളയെ കുളിപ്പിക്കാൻ വേറെ ആളുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിശ്വാസത്തിലേക്ക് ആളുകളെ നയിക്കാനും പ്രാർത്ഥിക്കാനും വരുന്നവർ അത് ചെയ്യിക്കുക. കൃത്യമായിട്ട് കാശ് മേടിക്കുന്നുണ്ടല്ലോ വിശ്വാസികളുടെ ഇന്ന് പല രീതിയിൽ സ്വസ്ത്ര കാഴ്ചയും അല്ലാത്ത കാഴ്ചയും പിന്നെ കുരിശ് ഭരണം ഭരിച്ച മറ്റേ കർത്താവിൻ്റെ പിന്നെ കുരിശിൻ്റെ താഴെ കൊണ്ട് നേർച്ചപ്പെട്ടിയൊക്കെ വെച്ച് ഈ ലോകത്താരങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. കഴുമരത്തെ കയറി കൈയും പിരിച്ച് ആണി നോക്കി പിടിച്ച് നിൽക്കുന്ന കുരിശ് രൂപത്തിൻ്റെ താഴെ നേർച്ചപ്പെട്ടി വെച്ചിട്ട് ആ നേർച്ചപ്പെട്ടിക്ക് അത് ആളുകളോട് ഫില്ല് ചെയ്യാൻ പറയുക. മനസ്സിലായോ? അത് ഈ ലോകത്ത് ഒരു മതവും ചെയ്യാത്ത പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ കാശുണ്ടാക്കുന്നുണ്ടല്ലോ, അതുപോരെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോരെ? അതിനിടയ്ക്ക് രാഷ്ട്രീയം എന്തിനാണ്? എന്ത് നിലനിൽപ്പിനാണ്? അപ്പോൾ ഈ മേടിച്ചെടുക്കുന്ന ഫണ്ട് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഈ വിശ്വാസികളെ മുഴുവൻ ഈ പിന്നെ കണ്ണിപ്പൊടിയിട്ടും കള്ളത്തരം കാണിച്ചും പാവങ്ങളുടെ ഫോട്ടോ എടുത്ത് വിദേശ രാജ്യങ്ങളിലോട്ട് അയച്ചു കൊടുത്ത് അവിടുന്ന് ആനുകൂല്യങ്ങൾ പറ്റിയും ഒക്കെ ഉണ്ടാക്കിയത് മുഴുവൻ ഈ ഗവൺമെൻറ് കണ്ടുകെട്ടുമെന്ന് പേടിച്ചിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത്. എനിക്ക് മനസ്സിലാത്തതാണ്. കാരണം മതവും രാഷ്ട്രീയമായിട്ട് കലർത്തേണ്ട കാര്യമില്ല. കാരണം അത് വിനയാകും, അത് വിനയായി മാറും. അത് നാടിന് നല്ലതല്ല. രാഷ്ട്രീയ പ്രവർത്തകരെ അതിൻ്റെ വഴിക്ക് വിടുക. എല്ലാവരെയും ഒരു സഭ അല്ലെങ്കിൽ സഭയെ നിയന്ത്രിക്കുന്ന പിന്നെ ആ വൈദികന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമ്പലമായിക്കോട്ടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ഷേത്രങ്ങൾക്ക് പിന്നെ ഇടപെടാം. കാരണം എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം വെച്ചാൽ ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡ് നമ്മുടെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഈ പറയുന്ന പോലെ പിന്നെ നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ എനിക്ക് ക്ഷേത്ര കാര്യങ്ങളിൽ ഈ പറയുന്നത് പോലെ പിന്നെ ക്ഷേത്ര കാര്യങ്ങളിൽ ഗവൺമെൻറ് ഇടപെടാം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളിൽ ക്ഷേത്രത്തിലുള്ള വിശ്വാസികൾക്ക് ഇടപെടാം. വ്യക്തിപരമായിട്ട് ഇപ്പോൾ പൂജാരിക്കായാലും തന്ത്രിക്കായാലും ഇടപെടാം. പിന്നെയും കുറച്ചുകൂടെ ഒരു കണക്ഷനുണ്ട്.
ഈ ന്യൂനപക്ഷ മതങ്ങളിൽ എന്ത് ബന്ധമാണുള്ളത് ഗവൺമെൻറ്റുമായിട്ട്? ഓരോ വ്യക്തിയും ചെന്ന് വോട്ട് ചെയ്തിട്ട് പള്ളി കോമ്പൗണ്ടിൽ നിന്ന് ഇറങ്ങി അവൻ വെളിയിലിറങ്ങുമ്പോൾ അവൻ സാധാരണ ഇന്ത്യൻ പൗരനാണ്. അവൻ ചെയ്യുന്ന പ്രവൃത്തികളിനകത്ത് ഇടവകയിലിരിക്കുന്ന അച്ഛൻ എന്തിന് ഇടപെടുന്നു? വൈദികൻ ഇടപെടേണ്ട കാര്യം എന്താണ്? അത് അവൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വോട്ട് ആർക്ക് ചെയ്യണം, പിന്നെ അതിന് എവിടെ കുത്തണം, ആര് ജയിപ്പിക്കണം എന്നുള്ളത്. അതെന്തിനാണ് ഈ ലോകമായിട്ടുണ്ട് ഈ പറയുന്ന പോലെ ഇതിൻ്റെ പുറകെ വരുന്നത്? നിങ്ങളുടെ നിലനിൽപ്പിനെ പേടിച്ചിട്ടാണ്. അതല്ലേ സത്യം? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞല്ലേ സത്യം? നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങൾ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന കോടാനുകോടി രൂപ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള നിങ്ങളുടെ കയ്യിൽ നിന്നും അതെല്ലാം ഗവൺമെൻറ് കണ്ടു കിട്ടുമെന്നുള്ള പേടി കൊണ്ടാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തകരെ നിങ്ങൾ കയ്യിലെടുത്ത്, ജയിക്കുന്ന പാർട്ടി ഏതാണോ അവരെ അനുനയിപ്പിച്ച് കയ്യിലെടുത്ത് പിന്നെ നൈസായിട്ട് അവരോട് ചേർന്ന് നിൽക്കുകയാണ്. കാര്യം എന്താ? നിങ്ങൾക്ക് ഇളക്കം തട്ടാൻ പാടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രീയം, കർത്താവിന് എന്ത് രാഷ്ട്രീയം? എനിക്ക് മനസ്സിലാത്തതാണ്. കർത്താവിന് എന്ത് രാഷ്ട്രീയം? കർത്താവിനെ സേവിക്കുന്നവർക്കും രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയം പറയണമെങ്കിൽ നമുക്കറിയാം എത്രയോ ഇതിലും അന്തസ്സുണ്ട് ഓരോ ചായക്കടകൾക്കും. കാരണം എന്ന് പറഞ്ഞാൽ ചായക്കടകളിൽ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ രാഷ്ട്രീയം പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ ഉദ്ദേശം ഇതാണ്. രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ തർക്കമാവും, പ്രശ്നമാവും, കാടടിച്ച് പൊളിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവർ എഴുതി വെക്കുന്നത്. പക്ഷേ അവർ ആ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ അവരുടെ കട നഷ്ടപ്പെടരുത്, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവരും ഒരുമിച്ച് കാണുമെന്നുള്ള ഉദ്ദേശമല്ല എങ്കിൽ പോലും അവരെങ്കിലും അങ്ങനെ അവരെഴുതി വെക്കുന്നതിൻ്റെ ആ ഒരു പകുതി മാന്യതയെങ്കിലും കാണിക്കണ്ടേ? നമുക്ക് ഈ പറയുന്ന പോലെ ദേവാലയത്തിലിരിക്കുന്നവർക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയത്തിനോട് ചായ്വ് കാണിക്കേണ്ടത് എന്തിനാണ്? അതൊക്കെ ഗേറ്റിന് വെളിയിൽ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഇത്തരം അനൗൺസ് ഇപ്പോൾ വിശ്വാസികളുടെ ഇടയിലേക്ക് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറയുന്ന വൈദികന്മാരുണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് എടുക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. ഇപ്പോൾ PC ജോർജിനെതിരെ അങ്ങനെ പല വൈദികരും അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ട്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ന്യൂസിൽ, ഞാനെന്നല്ല നിങ്ങളെല്ലാവരും കേട്ടാണ്, ന്യൂസിൽ ഇങ്ങനെ ഇതുപോലുള്ള പല സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേട്ടാണ് പല വൈദികന്മാരും PC ജോർജിനെതിരെ വിശ്വാസികളോട് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞതായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മൾ കേട്ട കാര്യമാണ്. അതിനെതിരെ PC ജോർജ് രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട്. PC ജോർജിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് എതിർപ്പാണ്. കാര്യം പറയാലോ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അയാൾ ഇലക്ഷന് മത്സരിക്കാൻ നിന്നപ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോലെ മറ്റേ മുസ്ലിം മതത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ്. അത് മുസ്ലിം മതത്തെ തള്ളിപ്പറഞ്ഞത് ആ സമയത്തുമല്ല, അതിന് മുമ്പുള്ള ഫോൺ കോളുകൾ പലതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് മതങ്ങളെ തള്ളിപ്പറയുന്നതിനോട് എനിക്ക് ഒരു പ്രശ്നമില്ല. അത് ധൈര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു 10 വർഷത്തോളം എല്ലാവരും കൂടെ ചേർന്ന് മതത്തെ തള്ളിപ്പറഞ്ഞാൽ മതം പാടെ വിടുന്നില്ലാതാവും, ജനങ്ങൾക്ക് നന്മയുണ്ടാവും, നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ഈ എല്ലാം കിട്ടാനുള്ള എല്ലാം മേടിച്ച് തയ്ച്ചും ആവശ്യം കഴിഞ്ഞിട്ട്, കാര്യസാധ്യമെല്ലാം കഴിഞ്ഞിട്ട് തള്ളിപ്പറയുന്നത് തന്തയില്ല കഴിയുക. മനസ്സിലാകുന്നുണ്ടോ? PC കാണിച്ചത് അതാണ്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ വോട്ടെല്ലാം മേടിച്ചെടുത്ത് അയാൾ MLA സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അത് വേണ്ട, അതിനും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനോട് നമ്മൾ യോജിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ആര് ചെയ്താലും തെറ്റാണ്. അപ്പോൾ അതിനോട് എനിക്ക് ആ ഒരു കാര്യത്തിൽ PC എനിക്ക് എതിർപ്പാണ്. നമ്മൾ മതത്തെ നമ്മൾ തള്ളിപ്പറയാണെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത്, ഞാൻ എല്ലാ മതത്തെയും തള്ളിപ്പറയും. കാരണം എന്ന് വെച്ചാൽ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് ഞാൻ പറയും. ഞാനൊരു യുക്തിവാദി ആയതുകൊണ്ട്, എനിക്ക് ദൈവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തള്ളിപ്പറയും. അല്ലാതെ എൻ്റെ ലാഭത്തിനോ എൻ്റെ നഷ്ടത്തിനോ അല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ PC ജോർജ് എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞാൽ ഒരു യുക്തിവാദി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന സകല സഭേനെയും ഈ പറയുന്ന പോലെ ഈ മുസ്ലിം മതത്തെയൊക്കെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, അതിനകത്ത് നമുക്ക് പറയാം. ഇതിപ്പോൾ അദ്ദേഹം അതല്ല പറഞ്ഞത്. അദ്ദേഹം MLA സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു ഫോൺ കോളിൽ നമ്മൾ പറഞ്ഞതെല്ലാം നമ്മൾ ഇവന്മാരൊന്നും അല്ല ചെയ്ത്, ഇവന്മാരെ കൊണ്ടൊരു ഫലം ഉണ്ടായില്ല, അവന്മാരൊന്നും ചെയ്തിട്ടല്ല നമ്മൾ ജയിച്ചതെന്നുള്ള ഒരു ഫോൺ കോൾ, അത് പലതുണ്ട്. അതിൽ ഒരു വാക്കുകൾ നമ്മൾ കേട്ടതാണ്, എല്ലാവരും കേട്ടതാണ്. അപ്പോൾ അത്തരം തള്ളിപ്പറയുന്ന ഒരു പ്രവണത നല്ലതല്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ PC എനിക്ക് ആ ഒരു കാര്യത്തിൽ വെറുപ്പുണ്ട്, ഒരുപാടുണ്ട്. അയാൾ നോക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇപ്പം ചെയ്ത കാര്യം, ഇപ്പോൾ സഭയെ PC ആദ്യം തള്ളിപ്പറഞ്ഞു. അത് PC നമ്മൾ ഈ പറയുന്ന പോലെ അല്ല. PC എന്ന് പറഞ്ഞാൽ MLA സ്ഥാനത്തൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് ഇപ്പോഴും 6 വയസ്സുകാരൻ്റെ ബുദ്ധിയാണ്. ഉള്ള കാര്യം പറയില്ല. ആ കാണുന്ന വലിയ തടിയും ശരീരമൊക്കെ ഉള്ളു. 6 വയസ്സുകാരൻ്റെ ബുദ്ധിയാണ് പുള്ളിക്ക്. നമ്മുടെ സൂര്യമാനസത്തിലെ മമ്മൂട്ടീനെ പറയുന്ന പോലെ 6 വയസ്സുകാരൻ്റെ ബുദ്ധിയും, മനസ്സിലായി എന്ന് പറയുന്ന പോലെയാണ് PC ബുദ്ധിയില്ല. കാരണം മറ്റൊരുത്തിൻ്റെ കയ്യിലിരിക്കുന്ന വോട്ട് തന്നിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നതും നമ്മുടെ പ്രവൃത്തിയൊക്കെ നല്ലതാവണ്ടേ? ഒരു പൊതുപ്രവർത്തനം. ഇപ്പം എനിക്കെന്തും വിളിച്ച് പറയാം എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ തയ്യാറാണെങ്കിൽ എനിക്ക് എന്തും വിളിച്ച് പറയാം. ആ ഭവിഷ്യത്തെന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ പബ്ലിക്കലി നമ്മൾ ഇറങ്ങി തിരിച്ചിട്ട് ഒരു ഇലക്ഷൻ പോലുള്ള കാര്യങ്ങൾക്ക് നിൽക്കുമ്പോൾ അവിടെ കിട്ടുന്ന തോൽവിയാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കണ്ടേ, ഞാൻ അങ്ങനെ എന്തെങ്കിലും എടുത്തിയാടി പറഞ്ഞാൽ എനിക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ അല്ലേ? നമ്മൾ എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് കുറേയൊക്കെ നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണെങ്കിൽ ബോധ്യപ്പെടുത്തിയേ പറ്റുള്ളൂ. ബോധ്യപ്പെടുത്താതെ ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് പറഞ്ഞിട്ട് വിവരക്കേട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തെന്ന് പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം തോറ്റു, ഇത് ഈ പ്രാവശ്യം തോക്കും, തർക്കമില്ലാത്ത കാര്യമാണ്. അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്താണ്, അത് നോക്കും.
കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിങ്ങളാണ് ചോദിച്ചെങ്കിൽ ഈ പ്രാവശ്യം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചോദിച്ചിട്ടുണ്ട്. അത് പി സിക്ക് അറിയത്തില്ല കേട്ടോ. പി സി ഇപ്പോഴും വിചാരിക്കുന്നത് ജയിക്കുമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിങ്ങൾ മാത്രമാണ് പി സിയെ ചതിച്ചത്, മനസ്സിലായി. അല്ലെങ്കിൽ പിന്നെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ ഇഷ്ടപ്പെട്ട അവരുമായിട്ട് ബന്ധമുള്ള ഒരുപാട് ജാതിക്കാരുടെ വോട്ടും പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഈ പ്രാവശ്യം മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വോട്ട് പോയിട്ടുണ്ട് പി സിക്ക്, നഷ്ടമായിട്ടുണ്ട്. തോക്കും, ഒരു ഉറപ്പില്ലാത്ത കാര്യം. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പി സിയുടെ കാര്യമല്ല ഇവിടെ മുൻഗണന കൊടുക്കുന്നത്. പി സി ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പി സി ആ ലെവലിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയട്ടെ, അതെന്ത് വിവരക്കേടായാലും കുഴപ്പമില്ല. പക്ഷേ വൈദികന്മാരെന്തിനാണ് ഇതിനകത്ത് കയറി കളിക്കുന്നത്? വൈദികന്മാർക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? വൈദികന്മാരുടെ ലോഹ ഊരി പൗരനെ പോലെ റോഡ് ഇറങ്ങിയെന്ന് സംസാരിക്കുക, ലോഹ ഊര്. നിങ്ങൾ വൈദിക പദവി ഉപേക്ഷിച്ചിട്ട് റോഡെ വന്നിരുന്ന് സാധാരണ ഒരു ഇന്ത്യൻ പൗരനെ പോലെ സംസാരിക്കുക, കേൾക്കാൻ തയ്യാറാണ്. അല്ലാതെ ഇതുപോലെ ഒരു വിശ്വാസത്തെ കൂട്ടുപിടിച്ച്, കുറേ വിശ്വാസികളെ കൂട്ടുപിടിച്ച് അവരുടെ കണ്ണിലെല്ലാം പൊടിയിട്ട് രാഷ്ട്രീയം പറയരുത്, തെറ്റാണ്. അത് വളരെ വലിയ തെറ്റാണ്. അത് ആർക്കെതിരെയായാലും അത് കാണിക്കരുത്. കാരണം മതം രാഷ്ട്രീയമായിട്ട് കലർത്തരുത്. ഇപ്പോൾ കുറേ കാലമായിട്ട് അത് ശരിയല്ല. അത് നാടിനും വിനയാകും. പിന്നീട് ജനങ്ങളെല്ലാം പല തട്ടിലാകുന്ന ഒരവസ്ഥ എത്തും. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഹിന്ദുക്കളെല്ലാം വേറെ, അവരെല്ലാം NDA BJP. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും ഈ പറയുന്നത് പോലെ കോൺഗ്രസിലും, അതുപോലെ മുസ്ലിംസും അതുപോലെ തന്നെ കോൺഗ്രസിലും ഒക്കെ ആയിട്ടാണ്, അല്ലേ? അതുപോലെ ഹിന്ദു വിഭാഗത്തിൽ തന്നെ നായർ വിഭാഗവും ഈ പറയുന്ന ബ്രാഹ്മിൻസ് ഒഴികെയുള്ള മറ്റുള്ള വിഭാഗങ്ങൾ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ള കുറേ വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റിലും, അങ്ങനെ ജാതി തിരിച്ച് രാഷ്ട്രീയം പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലുള്ള ഒരു അവസ്ഥയിൽ പോകും. മനസ്സിലായോ? അധികാരം പിടിക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് വരേണ്ടി വരും. അന്ന് ഈ പറയുന്നതിനേക്കാൾ വലിയ ദുരിതമായിരിക്കും ജീവിതം. ഈ മതങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പണ്ട് ഈ പറയുന്നത് പോലെ അയിത്തത്തിൽ നിന്നും ഈ പറയുന്ന പോലെ മതങ്ങളുടെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഈ സമരത്തിനും വിപ്ലവത്തിനൊക്കെ ഇറങ്ങി തിരിച്ചത്. എന്നിട്ട് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമായ ഒരു ജീവിതം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ രാഷ്ട്രീയം കൊണ്ട് മതങ്ങളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്ന അവസ്ഥ എത്തരുത്. അതേ രാഷ്ട്രീയം കൊണ്ട് മതങ്ങളുടെ കക്ഷത്ത് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അവരുടെ വിശ്വാസവും അവരുടെ അയിത്തവും എല്ലാം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തരുത്. അതുകൊണ്ട് മതത്തെ രാഷ്ട്രീയവുമായിട്ട് കലർത്താതെ അത്തരം പ്രവണതകളുമായിട്ട് വരുന്നവരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്, ഇന്ത്യൻ പൗരനാണ് നമ്മൾ ഇന്ത്യയിലെ ഭാരതത്തിലെ പൗരന്മാരാണെന്നുള്ള വിശ്വാസത്തോടു കൂടി, മറ്റ് മതവിശ്വാസം മാറ്റിവെച്ചിട്ട് നമ്മളെല്ലാം പൗരന്മാരാണെന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇങ്ങനെ മതം പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ വരുന്നവരെ എല്ലാവരും ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം.